ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എ ഹിന്ദി മേഡീസി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അഗയുടെ ആത്മകഥയാണ്. അഗേ അപ്പനെ നിക്കാഹ് മെയിൻ. അഗേ അപ്പനെ നിക്കാഹ് മെയിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ആത്മകഥയാണ്. ഒരു എഴുത്തുകാരൻ്റെ സവിശേഷതകൾ വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ആത്മകഥ ആരംഭിക്കുന്നത്. ഒരു എഴുത്തുകാരൻ ലോകത്തെ പല വീക്ഷണകോണിൽ നിന്നാണ് കാണാൻ ശ്രമിക്കുന്നത്. ഭൂമിയിലെ എല്ലാ കാര്യങ്ങളിലും അവൻ്റെ കണ്ണ് കേന്ദ്രീകരിക്കുന്നു. ലോകം മുഴുവൻ കണ്ടതിന് ശേഷം അവൻ തന്നെ നോക്കുന്നു. എന്നാൽ സ്വയം മാത്രം കാണുകയും അത് എഴുതുകയും ചെയ്യുന്ന കലാകാരന്മാർ ഉണ്ട്. എഴുത്തുകാരൻ്റെ അഭിപ്രായത്തിൽ സ്വയം എഴുതുന്നത് ഇന്നത്തെ ഒരു രോഗമാണ്. വ്യക്തിപരമായ വീക്ഷണകോണുള്ള കലാകാരന്മാർക്ക് ഒരു വാണിജ്യ വീക്ഷണകോണുണ്ട്. മാധ്യമമാക്കി ലോകത്തെക്കുറിച്ച് എഴുതുന്ന മൂന്നാമത്തെ തരം കലാകാരന്മാരും ഉണ്ട്. താൻ വളരെ ലജ്ജാശീലനും ഭീരുവുമായിരുന്നുവെന്ന് അഗേയ് തന്നെക്കുറിച്ച് പറയുന്നു. ഒരു കടയിൽ കയറി കടയുടമയോട് സംസാരിക്കാൻ പോലും മടിയായിരുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാൻ അയാൾ ആഗ്രഹിച്ചില്ല. തൻ്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള അവകാശം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അദ്ദേഹം നൽകിയിട്ടുള്ളൂ. അഗയുടെ അച്ഛൻ ഒരു പുരാവസ്തു ഗവേഷകനായിരുന്നു. പുരാവസ്തു വകുപ്പിൻ്റെ ഒരു ക്യാമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും പ്രാരംഭിക വിദ്യാഭ്യാസവും അവിടെയായിരുന്നു. കുട്ടിക്കാലത്ത് സംസ്കൃത്, ഇംഗ്ലീഷ്, ഫാർസി എന്നിവ പഠിച്ചിരുന്നു. കുട്ടിക്കാലം മുതലേ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ജയിലിലായിരുന്നപ്പോഴും അദ്ദേഹം ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടു. മണിക്കൂറോളം അദ്ദേഹം നിശ്ചലനായി ഇരിക്കുമായിരുന്നു. കുട്ടികളും അദ്ദേഹവുമായി വേഗത്തിൽ ഇടപഴകുമായിരുന്നു. ഒരിക്കൽ തൻ്റെ സഹോദരന്മാർ നദിയിൽ നീന്തുന്നത് കണ്ട് അഗേ നദിയിലേക്ക് ചാടി. പക്ഷേ നീന്താൻ അറിയില്ലായിരുന്നു. മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. താളാത്മകമായി മുന്നോട്ടു പോകുന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ആന്തരിക സംഘർഷങ്ങളിൽ നിന്ന് മുക്തമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സമാധാനവും ആത്മവിശ്വാസവും അനുഭവിക്കുന്നത്. ഈ കാര്യത്തിൽ അദ്ദേഹം തൻ്റെ ഭാരതീയ സഹോദരന്മാരിൽ നിന്നും വ്യത്യസ്തനും ഏകനുമാണ്. സമൂഹത്തെ മാറ്റാൻ പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ വിശ്വാസങ്ങളും പ്രവൃത്തികളും തമ്മിൽ യോജിപ്പുണ്ടോ എന്ന് അഗേ ആവർത്തിച്ച് സ്വയം പരിശോധിക്കുന്നു. അഗേ കടലിനെയും പർവ്വതത്തിനെയും വളരെ ഇഷ്ടപ്പെടുന്നു. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളെ സ്നേഹിച്ചതുപോലെ കടലിനെയും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. കടൽ കാണാനുള്ള ആഗ്രഹത്തിൽ പലതവണ പാറയിൽ നിന്നും വഴുതി വീണിട്ടുണ്ട്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇന്ത്യയുടെ കടൽ തീരം തെക്കോട്ടാണ് എന്നതാണ് എൻ്റെ പ്രശ്നം. എവിടെയെങ്കിലും ഒരു പർവ്വത തീരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ഒരു വൈരുദ്ധ്യം എന്ന് ഇതിനെ വിളിക്കാം. അത് പരിഹരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ അയാൾ വീട്ടിലെയെല്ലാം തലകീഴാക്കി മാറ്റി അതിനൊരു പുതിയ രൂപം നൽകുന്നു. അതായത് സ്വീകരണമുറി ഒരു കിടപ്പുമുറിയും കിടപ്പുമുറി ഒരു സ്വീകരണമുറിയുമാക്കി മാറ്റുന്നു. ഈ മാറ്റത്തിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഓരോ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പുരാവസ്തു ഗവേഷകൻ്റെ നിഴലിൽ ആയിരുന്നതിൽ നിന്നും അഗയ്ക്ക് പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. പാരമ്പര്യവുമായി അദ്ദേഹം എപ്പോഴും ബന്ധപ്പെട്ടിരുന്നു. ആചാരവും പാരമ്പര്യവും വ്യത്യസ്ത കാര്യങ്ങളാണ്. ആചാരമെന്നത് ലംഘിക്കപ്പെടുന്ന ഒന്നാണ്. എന്നാൽ പാരമ്പര്യം ലംഘിക്കപ്പെടുന്നില്ല. അത് മാറ്റപ്പെടുകയോ മുന്നോട്ട് കൊണ്ടുപോകുകയോ ചെയ്യുന്നു. ഏകാന്തതയും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയും അഗയെ സ്വയം പര്യാപ്തനാക്കി. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം തീവ്രതയോടെ നയിച്ചത്. സൗന്ദര്യം, ഭക്ഷണം, സുഗന്ധം, സംഗീതം മുതലായവ പൂർണ്ണ ഹൃദയത്തോടെ ആസ്വദിച്ചിരുന്നു. കണ്ണുകൾ, മൂക്ക്, ചെവികൾ എന്നിവ ശരീരത്തിലെ ജാലകങ്ങളാണ്. അതിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങളുടെ ജാഗ്രത അഗയുടെ കൃതികളിലും പ്രതിഫലിക്കുന്നു. എല്ലാ കഥകളിലും അദ്ദേഹം നിപുണനായിരുന്നു. ചിലപ്പോൾ കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുമായിരുന്നു. ചിലപ്പോൾ കവിതാരചന ഉപേക്ഷിച്ച് കരകൗശല വൈദഗ്ധ്യത്തിലേക്ക് തിരിയുമായിരുന്നു. മരപ്പണി, പൂന്തോട്ട പരിപാലനം എന്നിവയോട് അദ്ദേഹത്തിന് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. ചിത്രരചന, ശില്പം, ഫോട്ടോഗ്രഫി തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന് പ്രത്യേക ഇഷ്ടമായിരുന്നു. ഈ കഴിവുകളെല്ലാം അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സ്വന്തം കൈകൊണ്ട് പാണ്ഡുലിപി എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം സ്വയം എഴുതുമ്പോൾ എഴുതുന്ന 20 വാക്കുകൾ അവ എഴുതുമ്പോൾ 50 100 ആയി മാറുന്നു. വാസ്തവത്തിൽ മിതവ്യയിത കലയുടെ ഒരു സ്വാഭാവിക ധർമ്മമാണ്. അഗേ ഈ കലയിൽ സമർത്ഥനായിരുന്നു. മറ്റുള്ളവരെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും അദ്ദേഹം കേൾക്കുമായിരുന്നു. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ, സൗകര്യങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു. ഈ ഗുണം നേതൃത്വ കർമ്മത്തിന് ബാധകമാണ്.
അതുകൊണ്ട് നേതാവാകാൻ അദ്ദേഹം യോഗ്യനല്ല. അദ്ദേഹത്തിന് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പലരും അവരുടെ പ്രശ്നങ്ങളുമായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുമായിരുന്നു. ക്ഷമയോടെയും സഹതാപത്തോടെയും അദ്ദേഹം അവരെ ശ്രദ്ധിക്കുമായിരുന്നു. ഹിന്ദി സാഹിത്യപ്രേമികൾ അദ്ദേഹത്തിൻ്റെ ഈ ഗുണങ്ങളെല്ലാം ബഹുമാനത്തോടെ ഓർക്കുന്നു.